സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്കിറങ്ങുകയാണ്. ലക്ഷത്തിന് താഴേക്ക് തന്നെ സ്വർണം എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു താഴുകയാണ്. ഇന്നലെ ഒറ്റ ദിവസം മാത്രം 4 തവണ വില കുറയുന്ന സാഹചര്യവുമുണ്ടായി. 4 തവണയായി 2320 രൂപയുടെ കുറവാണ് ഇന്നലെ പവൻ വിലയിലുണ്ടായത്. 1,02,120 രൂപയിലായിരുന്നു ഇന്നലെ സ്വർണ്ണവില. എന്നാൽ ഇന്ന് 1 ലക്ഷവും കടന്ന് താഴേക്ക് കുതിക്കുകയാണ് സ്വർണം. ആഗോള വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് കേരളത്തിലെ സ്വർണ്ണ വിപണിയെയും സ്വാധീനിക്കാറുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. മലയാളികൾ ആകാംക്ഷയോടെയാണ് അതിനായി കാത്തിരിക്കുന്നതും. 1 ലക്ഷത്തിന്റെ മുകളിലെത്തിയതിനു ശേഷമാണ് ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ 90,000-ൽ നിന്ന് എത്തിയ ശേഷവും ഇതുപോലെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് 1 ലക്ഷത്തിലേക്കുള്ള ചുവടുവയ്പ്. ഇപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോയി 1,10,000-ൽ എത്തുന്നതിന് പകരം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വ്യതിചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയുമല്ല, റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി സെലൻസ്കി ട്രംപിനെ കാണാനെത്തുകയും ചെയ്തു. ട്രംപിന്റെ മധ്യസ്ഥത കിട്ടാനായിരുന്നു ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുകയാണ്. ഇനി ഒരു പക്ഷേ വീണ്ടും പഴയതുപോലെ പുകപടലങ്ങൾ ഉണ്ടായേക്കാമെന്ന സ്ഥിതിവിശേഷവും ഉണ്ടായതോടുകൂടിയാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം കൊണ്ടാണ് വില 1 ലക്ഷത്തിന് മുകളിലേക്ക് കയറിയതും. ആഘോഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിനെ കാണാനായി യുക്രൈൻ പ്രസിഡന്റ് എത്തുന്നതും റഷ്യ ഇതുപോലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതും. അതോടുകൂടി സ്വർണത്തിലേക്ക് വില തിരിച്ചു കയറുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ സ്വർണ്ണവില ഇറങ്ങുകയാണ് ചെയ്തത്. ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വ്യാപാര നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഒരു വ്യാപാര യുദ്ധം തുടങ്ങിവെച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ആ സാഹചര്യത്തിലാണ് സ്വർണ്ണവില 64,000-ൽ ഉയർന്നതെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യ-US കരാർ യാഥാർത്ഥ്യമായാൽ സ്വർണ്ണവില താഴേക്ക് വീഴാം. അതുപോലെ US-ന്റെ മധ്യസ്ഥതയോടെ റഷ്യ-യുക്രൈൻ യുദ്ധം ഒഴിയുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും താഴെ എത്താമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വില വീണ്ടും കുതിച്ചുയരാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. 1,16,000-ലേക്ക് പവൻ വില എത്താനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.